നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആലു പൊറോട്ടയാണ്. ആലു പൊറോട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂടെ തന്നെ 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് വെള്ളം പാകത്തിന് ഉപ്പ് ഇട്ടെടുത്തതാണ്. അപ്പൊ അതിൽ നിന്ന് കുറേശ്ശെ വീതം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ പൊടി ഇവിടെ നമ്മൾ നല്ലപോലെ കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് എടുക്കാം. എന്നിട്ട് അതൊന്ന് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മൾ എടുത്തു വെച്ച 1.5 കപ്പില് 2 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ബാലൻസ് ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ആലു പൊറോട്ടയ്ക്കുള്ള മാവ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് ഒരല്പം ഓയിൽ ഒന്ന് കയ്യിൽ തടവിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ പരത്തി വെച്ചിട്ട് നമുക്ക് ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ ആ സമയം നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇത് നമുക്ക് ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവോള ചോപ്പ് ചെയ്തെടുത്തതാണ് അതിട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. എളുപ്പം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി കളക്കി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. അപ്പൊ ഇത്രയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ആലു മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, നമ്മുടെ മാവ് ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് മാറ്റി വെക്കാം. അപ്പൊ ഇനി നമുക്ക് പൊറോട്ട റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി എടുത്തിട്ടാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒന്ന് പൊടിയിലൊന്ന് മുക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇതുപോലെ ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. പ്രസ് ചെയ്തെടുത്തത് ഒന്നും കൂടി പൊടിയിൽ ഇങ്ങനെ പൊടിയിൽ മുക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഞാൻ അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പൊ അരിപ്പൊടി വെച്ചാണെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി മൈദയൊക്കെ വെച്ച് എടുക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഇത് പരത്തി എടുക്കാനായിട്ട് പറ്റും. ഇനി ഈ പരത്തിയതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കനം വരാത്ത രീതിയിൽ നമുക്കിതൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ മറുഭാഗത്ത് നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. നമ്മൾ മടക്കി ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ചെയ്താൽ മതി. എന്നിട്ട് ഈ സൈഡ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പൊ നമുക്ക് പൊടിയിലേക്ക് ഒന്ന് 2 വശവും മുക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അധികം ബലം കൊടുക്കാതെ പരത്തിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് തിന്നായിട്ട് നമ്മൾ പരത്തണ്ട, കുറച്ച് കട്ടി ഉണ്ടാവണം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന കംപ്ലീറ്റും പരത്തിയെടുക്കാം. അപ്പൊ ഇത് നമുക്ക് ഒരു പാൻ എടുത്തുനിന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആലു പൊറോട്ട ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന ഒരു ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സമയം നമുക്ക് ഇതിന്റെ മുകളിലേക്കും കൂടി കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കാം. അപ്പൊ ഒരുപാടൊന്നും വേണ്ട, ഈ മുകളിലും കൂടി ഒന്ന് തൂത്താൽ മതി. ഇതിന്റെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിറച്ച് ബബിൾസ് പോലെ വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് പതുക്കെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് കണ്ട ഇതെല്ലാം വിരിഞ്ഞ് നന്നായിട്ട് നമുക്കിത് റെഡിയായി കിട്ടും. ഇപ്പൊ ഇവിടെ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കങ്ങ് മാറ്റാം. അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ മുഴുവൻ ആലു പൊറോട്ടയും നമ്മൾ ചുട്ടെടുത്തു. അപ്പൊ ഇത് ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാസറോട്ടിലോട്ട് ഇട്ട് വെച്ചേക്കുവാണ് എല്ലാം. ഇതുണ്ടോ, അതുകൊണ്ട് ചൂടൊട്ടും ആറിയിട്ടില്ല. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യവും വിട്ടുപോകരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.